പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ 65ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബംഗാളി ഭാഷയിൽ നയൻതാര എന്ന സസ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു പൂച്ചെടിയാണ് ഇത്. നിത്യകല്യാണി. ഉദ്യാന സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിത്യകല്യാണിയുടെ വിശേഷങ്ങളാണ്. കഥരാന്തസ് റോസിയസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം അപ്പോസൈനേസിയെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഔഷധ ഗുണമുള്ള പുഷ്പിക്കുന്ന ചെടിയാണ്. മഡഗാസ്കർ സ്വദേശിയായ ഈ സസ്യത്തിൻ്റെ മറ്റു പേരുകളാണ് ബ്രൈറ്റ് ഐസ്, കേപ്പ് പെരിവിങ്കിൾ, ഗ്രേവ്യാർഡ് പ്ലാന്റ്, മഡഗാസ്കർ പെരിവിങ്കിൾ, ഓൾഡ് മെയ്ഡ്, പിങ്ക് പെരിവിങ്കിൾ, റോസ് പെരിവിങ്കിൾ എന്നിവ. ആദ്യകാലത്ത് സസ്യത്തെ വിങ്ക എന്ന ജീനസിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അങ്ങനെ സസ്യത്തിൻ്റെ ശാസ്ത്രനാമം വിങ്ക റോസിയെ എന്നായിരുന്നു. പിന്നീടാണ് ഇപ്പോഴത്തെ നാമധേയം വന്നത്. ഇലകൾ അണ്ഡാകൃതിയിലുള്ളതോ ദീർഘചതുരാകൃതിയിലുള്ളതോ ആണ്. ഇലകൾക്ക് 2.5 മുതൽ 9 സെൻറ്റിമീറ്റർ വരെ നീളവും 1 മുതൽ 3.5 സെൻറ്റിമീറ്റർ വരെ വീതിയും ഉണ്ടായിരിക്കും. തിളക്കമാർന്ന പച്ചനിറമുള്ളതും രോമങ്ങൾ ഇല്ലാത്തതുമായ ഇലയുടെ മധ്യഭാഗത്തായി വിളറിയ നിറത്തിലുള്ള നീണ്ട ഞരമ്പ് അഥവാ മിഡ്രിബ് കാണപ്പെടുന്നു. ഇലയുടെ തണ്ട് അഥവാ പീറ്റിയോൾ ചെറുതും 1 മുതൽ 1.8 സെൻറ്റിമീറ്റർ നീളമുള്ളവയുമാണ്. ഇലകൾ കാണ്ഡത്തിൽ എതിർദിശകളിലായി ജോഡിയായി ക്രമീകരിച്ചിരിക്കുന്നു. പൂക്കളുടെ അടിഭാഗം കുഴൽ രൂപത്തിലാണ്. ഇതിന് 2.5 സെൻറ്റിമീറ്റർ മുതൽ 3 സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും. കൊറോള 2 മുതൽ 5 സെൻറ്റിമീറ്റർ വിസ്തൃതിയിലും 5 ഇതളുകളോടെയും കാണപ്പെടുന്നു. പയറുപോലെ നേർത്ത് നീണ്ട് കാണപ്പെടുന്ന ഫലത്തിനുള്ളിൽ ധാരാളം വിത്തുകൾ ഉണ്ടായിരിക്കും. വിത്ത് മുളപ്പിച്ചോ മാതൃസസ്യത്തിൻ്റെ കമ്പ് മുറിച്ചു നട്ടോ പ്രജനനം നടത്താം. തെക്കൻ മഡഗാസ്കറിലെ വരണ്ട തീരപ്രദേശങ്ങളിൽ ഈ സസ്യത്തെ ഒരു കളയായും അധിനിവേശ സസ്യമായും കരുതപ്പെടുന്നു. സ്വയം വിത്ത് വിതരണം നടത്തുന്നതിലൂടെ പാതയോരങ്ങളിൽ ഇവ സമൃദ്ധമായി വളരുന്നു. ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, ഇന്ത്യ, മലേഷ്യ, പാകിസ്ഥാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ രാജ്യങ്ങളിലെ ഉഷ്ണമേഖല, ഉപോഷ്ണമേഖല പ്രദേശങ്ങളിൽ ഈ സസ്യം നട്ടുവളർത്തുകയും സ്വാഭാവികമായി വളരുകയും ചെയ്യുന്നു. നിത്യകല്യാണി, ഉഷമലരി എന്നീ സംസ്കൃത നാമങ്ങൾക്ക് പുറമേ കേരളത്തിൽ അഞ്ചിലത്തെറ്റി, കാശിത്തെറ്റി, പാണ്ഡ്യറോസ എന്നീ പ്രാദേശിക നാമങ്ങളിലും ഈ സസ്യം അറിയപ്പെടുന്നു. എല്ലാ ഋതുക്കളിലും പുഷ്പിക്കുന്നതിനാലാണ് സസ്യത്തെ നിത്യകല്യാണി എന്ന് അറിയപ്പെടുന്നത്. ഏത് കാലാവസ്ഥയിലും സസ്യത്തിൽ പുഷ്പങ്ങൾ ഉണ്ടാവും. 1 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന നിത്യഹരിത ഉപകുറ്റിച്ചെടിയായ ഈ സസ്യത്തെ ചിലയിടങ്ങളിൽ കളയായി കരുതുന്നു. എന്നാൽ മിക്കയിടങ്ങളിലും അലങ്കാര സസ്യമായും ഔഷധ സസ്യമായും വളർത്തുന്നു. അധികം പരിചരണം കൂടാതെ തന്നെ
വളരുന്ന സസ്യമാണ് ഇത്. സെമിത്തേരികളിൽ വളരുന്നതുകൊണ്ട് ചുടുകാട്ടുമുല്ല, ശവക്കോട്ടപ്പച്ച, ശവംനാറി എന്നീ പേരുകളും ഇവയ്ക്ക് ഉണ്ട്. ഹിന്ദിയിൽ സദാബഹാർ എന്നും മറാഠിയിൽ സദാഫൂലി എന്നും കന്നഡയിൽ സദാപുഷ്പ എന്നും അറിയപ്പെടുന്ന പെരിവിങ്കിൾ പിങ്ക്, വെള്ള എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു. പുരാതന കാലത്ത് വിഷമായും ലഹരിമരുന്നായും ചെടിയുടെ സത്ത് ഉപയോഗിച്ചിരുന്നു. കേരളത്തിൽ സർവ്വസാധാരണമായി വളരുന്ന ഈ സസ്യം പൂന്തോട്ടങ്ങളിൽ അലങ്കാര സസ്യമായി വളർത്തുന്ന ഔഷധച്ചെടിയാണ്. നല്ല സൂര്യപ്രകാശവും നീർവാഴ്ചയുള്ള മണ്ണും ഇഷ്ടപ്പെടുന്ന സസ്യമാണ് നിത്യകല്യാണി. മനോഹരമായ പൂക്കളുണ്ടാകുന്ന ധാരാളം സങ്കരയിനം തൈകൾ സസ്യത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആൽബസ്, ക്രേപ്പ് കൂളർ, പെപ്പർമിന്റ് കൂളർ എന്നിവ ഉദാഹരണങ്ങളാണ്. യുഎസിൽ ഇന്നും ഈ സസ്യം അറിയപ്പെടുന്നത് വിങ്ക എന്ന ജീനസ് നാമധേയത്തിലാണ്. യുകെയിൽ ഈ സസ്യം റോയൽ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ഗാർഡൻ മെറിറ്റ് അവാർഡ് നേടിയിട്ടുണ്ട്. ധാരാളം ഔഷധഗുണമുള്ള സസ്യമാണ് പെരിവിങ്കിൾ. സസ്യത്തിൻ്റെ വേര്, ഇല എന്നിവ ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. ക്യാൻസർ ചികിത്സയിൽ ഔഷധമായി ഉപയോഗിക്കുന്ന വിങ്ക ആൽക്കലോയിഡ്സ് ആയ വിൻക്രിസ്റ്റീൻ, വിൻബ്ലാസ്റ്റീൻ എന്നീ ഘടകങ്ങൾ ചെടിയിൽ നിന്നും വേർതിരിച്ച് എടുക്കുന്നു. BP കുറയ്ക്കുന്നതിനുള്ള അജ്മാക്ലീൻ എന്ന മരുന്ന് സസ്യത്തിൻ്റെ വേരുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. ഇന്ത്യൻ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ സസ്യത്തിൻ്റെ വേരുകളിൽ നിന്നും തണ്ടുകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഘടകങ്ങൾ വിവിധ രോഗങ്ങൾക്കുള്ള മരുന്നായി ഉപയോഗിക്കുന്നു. ചൈനീസ് പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ സസ്യത്തിൻ്റെ എക്സ്ട്രാക്റ്റ് പ്രമേഹം, മലേറിയ എന്നിവയുടെ ചികിത്സയിൽ മരുന്നായി ഉപയോഗിക്കുന്നു. ഹവായിയൻ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ സസ്യത്തിൻ്റെ ഇലകളും പൂക്കളും ഇട്ട് തിളപ്പിച്ചെടുക്കുന്ന വെള്ളം മുറിവിൽ നിന്നുമുണ്ടാകുന്ന രക്തപ്രവാഹം നിർത്താൻ മരുന്നായി ഉപയോഗിക്കുന്നു. വയറിളക്കം, തൊണ്ടയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ടോൺസിലൈറ്റിസ്, നെഞ്ചുവേദന, ഉയർന്ന BP, കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾ, പല്ലുവേദന, ഒഡീമ എന്നിവയ്ക്കും മരുന്നായി സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. കൂടാതെ മലബന്ധം, വായു സംബന്ധമായ പ്രശ്നങ്ങൾ, ഉത്കണ്ഠ എന്നിവയ്ക്കുള്ള ഔഷധമായും സസ്യത്തിൻ്റെ ഇലകൾ ഉപയോഗിക്കുന്നു. റോസിഡീൻ എന്ന പിങ്ക് ആന്തോസയാനിൻ വർണ്ണഘടകം സസ്യത്തിൻ്റെ പൂക്കളിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേറെ ഔഷധഗുണമുള്ള സസ്യമാണെങ്കിലും സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വിഷകാരിയാണ്. സസ്യഭാഗങ്ങൾ നേരിട്ട് ആഹരിക്കുന്നത് അത്യന്തം വിഷകരമാണ്. അങ്ങനെ ഉണ്ടായാൽ വയറുവേദന, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ഹൈപ്പോടെൻഷൻ എന്നീ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നു. മനോഹാരിതയ്ക്കും ഔഷധത്തിനും ഉപയുക്തമായ ഒരു നിത്യകല്യാണി നമ്മുടെ ഉദ്യാനത്തിലും വളരട്ടെ. വീഡിയോ ആസ്വദിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.